ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൽഹിയിൽ ഇപ്പോൾ തകർത്ത് പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് സംഭവം, എന്തിനാണ് ആ സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പറയാനായിട്ടാണ്. എന്നിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ പച്ചയ്ക്ക് അപരാധം വിളിക്കാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. സോ നമുക്ക് അധികം താമസിപ്പിക്കാതെ വീഡിയോയിലായിട്ട് പോകാം. വെൽ എലാബറേറ്റഡ് ആയിട്ട് ഫോർമലായിട്ട് സംസാരിക്കണോ അതോ രീതിയിൽ സാധാരണക്കാരെ പോലെ സംസാരിക്കണോ, ഏത് വേണമെങ്കിലും ഓക്കെയാണ്. ആദ്യം നമുക്ക് ഒന്ന് വെൽ എലാബറേറ്റഡ് ആയിട്ട് സംസാരിച്ച് നോക്കാം. എന്തിനാണ് ഈ പ്രൊട്ടസ്റ്റ് നടക്കുന്നത്? എന്തിനാണ് ഡൽഹിയിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ, തൊഴിൽ രഹിതർ, വിദ്യാർത്ഥികൾ പോലീസുകാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടുന്നത്? എലാബറേറ്റഡായിട്ട് സംസാരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. എല്ലാവരും എലാബറേറ്റഡായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വന്ന് എലാബറേറ്റഡായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സാധാരണക്കാരെ പോലെ സംസാരിക്കാം. അതാണ് എനിക്ക് കൂടുതൽ താല്പര്യം. അപ്പോൾ ഇതിൻ്റെ കഥ തുടങ്ങുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചീഫ് ജസ്റ്റിസ്, ഒരു ജഡ്ജി, പുള്ളിക്കാരൻ നമ്മുടെ ഇന്ത്യയിലുള്ള യുവാക്കളെയും വിദ്യാർത്ഥികളെയൊക്കെ ഒരു പേര് വിളിച്ച് കളിയാക്കി, അഥവാ ഒരു പ്രാണിയോട് ഉപമിച്ചു. കോക്രോച്ച്, പാറ്റ. ഇന്ത്യയിലുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാരും എല്ലാവരും പാറ്റള കണക്കാണ്. നിങ്ങൾക്കൊന്നും ജോലി ഇല്ലാതിരിക്കുന്നത് നിങ്ങളുടെ കുറ്റമാണ്, നമ്മുടെ ഇന്ത്യയുടെ കുഴപ്പമല്ല. നിങ്ങൾക്ക് ജോലിയില്ലാത്ത നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങൾ പാറ്റയെ പോലെ അവിടെ എവിടെയും പറ്റി പിടിച്ച് നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറയുകയാണ്. ഒരു രാജ്യത്തുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കളെ മൊത്തം അടച്ചങ്ങ് ആക്ഷേപിച്ചു. പാറ്റ എന്ന് പറഞ്ഞൊരു പ്രാണിയോടങ്ങ് ഉപമിച്ചു. പാറ്റയുള്ള ജോലി എന്തിനാണ്? പാറ്റകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി ഉണ്ടോ? ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അവരുടെ ലോകത്ത് ജോലി കാണുമായിരിക്കും. നമ്മുടെ മുമ്പ് നോക്കുമ്പോൾ പാറ്റ അവിടെ ഇവിടെ കയറി ഇറങ്ങി നടക്കുന്നു. കണ്ട സ്ഥലങ്ങളിൽ മൊത്തം അതിൻ്റെ കാഷ്ടമിട്ട് വെച്ചിട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാത്തൊരു പ്രാണിയെ പോലെ നമ്മൾ മനുഷ്യന്മാർക്ക് തോന്നും. അവർക്ക് അവരുടേതായ ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. എന്തോ നമ്മൾ ആ യൂണിവേഴ്സിലുള്ളതല്ല, അതുകൊണ്ട് നമുക്ക് അറിയത്തില്ല. അപ്പോൾ പൊതുവായിട്ട് പാറ്റയ്ക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഫുഡും കാര്യങ്ങളും വെക്കുന്നതിൻ്റെ ഇടയിലൊക്കെ കൂടെ ഓടുന്നു. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അലഞ്ഞ് നടക്കുന്നു. അതേപോലെ ഒരു ഉപയോഗം ഇല്ലാത്ത പാറ്റകളെ പോലെയാണ് നമ്മുടെ നാട്ടിലെ യുവാക്കളെ ആ ജഡ്ജി എന്ന് എനിക്ക് പറയാം, ഞാൻ കളിയാക്കി പറഞ്ഞാണ് ജഡ്ജി കളിയാക്കി വിട്ടത്. അപ്പോൾ അന്ന് രൂപം കൊണ്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ്, ഒരു ടൈപ്പ് കളിയാക്കാൻ വേണ്ടി, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെയും സിസ്റ്റത്തിനെയൊക്കെ കളിയാക്കാൻ വേണ്ടി അന്ന് തുടങ്ങിയൊരു ഇൻസ്റ്റാഗ്രാം പേജാണ് CJP, അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. പക്ഷേ ഈ സാധനം കൊണ്ടങ്ങ് വൈറലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോടിയിൽ അധികം ഫോളോവേഴ്സ് ഉണ്ട് ഇന്ന് ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിന്. എന്നാൽ അത് ഇപ്പോൾ അത് വെറും ഒരു ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയേക്കാൾ ഇമ്പാക്റ്റുള്ള ഒരു കൂട്ടായ്മയാണ് CJP, അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. ഇനി നമുക്ക് കുറച്ചധികം നാൾ മുന്നിൽ നിന്ന് കുറച്ചുകൂടെ അടുത്തേക്ക് വരാം. കുറച്ച് നാൾ മുമ്പാണ് നമ്മുടെ നാട്ടിൽ നീറ്റ് പരീക്ഷ നടന്നത്. ആദ്യം പരീക്ഷയുടെ പേപ്പറുകളൊക്കെ ചോർന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവർ ചോർന്ന പേപ്പറൊക്കെ മാറ്റി നീറ്റ് പരീക്ഷ പിന്നെയും നടത്തി. നീറ്റ് പരീക്ഷ നടത്തിയതിലാണ് നമ്മളത് കണ്ടല്ലോ, എൻ്റെ വീഡിയോയിൽ തന്നെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. വിദ്യാർത്ഥികളുടെ പാൻറ് തുന്നിത്തക്കൽ, ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന നീറ്റ് എക്സാമിൻ്റെ അന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ റാലി. ഇപ്പോൾ പ്രൊട്ടസ്റ്റിൻ്റെ അവിടെ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന നമ്മുടെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി, പുള്ളിക്കാരൻ്റെ പാർട്ടി ഏതാണെന്ന് അറിയാമല്ലോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. അന്ന് നീറ്റ് എക്സാം നടക്കണതിൻ്റെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരുടെ അല്ലെങ്കിൽ UDFൻ്റെ റാലി നടത്തുക അമ്മമാർ. ആ റാലി കാരണം കുറച്ച് വിദ്യാർത്ഥികൾ എക്സാം സെൻറ്ററിൽ എത്തിയില്ല, ലേറ്റായിപ്പോയി. അന്ന് ആ റാലി നടത്തിയിട്ടായിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒന്നും വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കാണേണ്ടി വരത്തില്ലായിരുന്നു. അതുപോട്ടെ, ഇപ്പം എന്തായാലും മോദിയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വന്ന് സമരം ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അന്നൊരു റാലി നടത്താൻ പാടില്ല എന്ന് വിവരമില്ലാത്തവന്മാർ ഇന്നൊന്ന് സമരം ഇരിക്കുന്നുണ്ട്. എനിവേ, നല്ല കാര്യം. അന്നത് നടത്തിയില്ലായിരുന്നുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ളൊരു അവസരം കിട്ടിയേനെ. കുറച്ച് കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ളൊരു അവസരം കിട്ടിയേനെ. എന്തായാലും ഇപ്പോൾ വന്ന് മുട്ടിലിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. കാരണം പൊതുവേ പുള്ളിക്കാരൻ എപ്പോഴും പുറത്തും വേറെ രാജ്യങ്ങളിലൊക്കെയാണ്.
ഇലക്ഷൻ ടൈം ആകുമ്പോൾ മാത്രമേ നാട്ടിൽ വരുള്ളൂ. അതും സ്വന്തം നാട്ടിലൊന്നും നിൽക്കില്ല, കേരളത്തിൽ ഒന്ന് ജയിച്ച് വോട്ടും വാങ്ങിച്ച് പോകും. പിന്നെ കാണുന്നില്ല പുള്ളിയെ. പിന്നെ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി വരുന്നത്. അപ്പോൾ എന്തായാലും നീറ്റ് എക്സാം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നടന്നു. അത് ആദ്യം ചോദ്യപേപ്പർ ലീക്കായി. നിങ്ങൾ ആലോചിക്കണം, ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന ഒരു എക്സാമിനേഷനാണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സാമിനേഷനാണ്. കുട്ടികൾ ഏത് മെഡിക്കൽ ഫീൽഡ് ഏത് രീതിയിൽ പഠിക്കണം, എത്ര പേർക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യമൊക്കെ ഈ എക്സാമിന് ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. 1 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്, 2 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡോക്ടർ ആവണം, മെഡിക്കൽ ഫീൽഡിൽ എത്തിപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് +2 കഴിഞ്ഞ നാൾ തൊട്ട് പ്രിപ്പയർ ചെയ്ത് അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ആ ഒരു എക്സാമിന് വേണ്ടി എഫേർട്ട് ഇട്ട് ആ എക്സാം പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. ആ എക്സാം എഴുതാൻ പോകുന്ന സമയത്താണ് അറിയുന്നത്. എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു എക്സാം പേപ്പർ ലീക്കായി. പിന്നെ വീണ്ടും ഒന്നുകൂടെ നടത്തി. അപ്പോൾ ഇത് കാരണം ഒരുപാട് കുടുംബം, ഒരുപാട് വിദ്യാർത്ഥികളും ബാധിക്കപ്പെട്ടു. അവർക്ക് അക്കൗണ്ടബിലിറ്റി അഥവാ അവർക്ക് നഷ്ടപരിഹാരം ഗവൺമെൻറ് കൊടുക്കണം എന്നുള്ളൊരു സംഭവം ആരുന്നയിച്ചു? നമ്മുടെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റായ സോനം വാങ്ചുങ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ, പലർക്കും അറിയത്തില്ല, ന്യൂസിൽ മാത്രമേ പലരും കണ്ടിട്ടുള്ളൂ. പലരുടെയും വിശ്വാസം ഇയാൾ എന്തിനോ വേറെന്തോ കാര്യത്തിനായിട്ട് നിരാഹാര സമരം ഇരിക്കുകയാണ്. ഓൾറെഡി 20 ദിവസത്തോളം പുള്ളിക്കാരൻ നിരാഹാര സമരം ഇരുന്നു. പുള്ളിയെ ഇപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ പുള്ളിയെ വിട്ട് കൊടുക്കണം. ഈ നീറ്റ് എക്സാം ക്യാൻസലേഷനും എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിങ്ങും കാരണമൊക്കെ ബാധിക്കപ്പെട്ട കുട്ടികൾക്ക് അക്കൗണ്ടബിലിറ്റി, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് അക്കൗണ്ടബിലിറ്റി, നഷ്ടപരിഹാരം എന്നുള്ളത് ഗവൺമെൻറ് അനുവദിക്കണം എന്നൊക്കെയായിരുന്നു ഈ ഒരു CJP പാർട്ടി മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റിൽ പറഞ്ഞത്. വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കൂടുതലും. മുമ്പ് തൊഴിൽ രഹിതർ മാത്രമായിരുന്നു ആ ഒരു സാധനം, CJP എന്ന് പറഞ്ഞൊരു സാധനം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഉള്ളതാക്കി ആ ഒരു പ്രസ്ഥാനം മാറിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവർ മുന്നോട്ട് വയ്ക്കുന്ന മെയിനായിട്ട് 4 കാര്യങ്ങളാണ്. ഒന്ന്, അക്കൗണ്ടബിലിറ്റി ഫോർ ദോസ് ചിൽഡ്രൻസ് ഓർ സ്റ്റുഡൻസ് ഹു വെയർ അഫക്റ്റഡ് ഇൻ ദിസ് നീറ്റ് എക്സാമിനേഷൻ പ്രോസസ് ഓർ ക്യാൻസലേഷൻ ഓഫ് ദി നീറ്റ് എക്സാമിനേഷൻ പ്രോസസ്. 2, സോനം വാങ്ചുങ് എന്ന് പറഞ്ഞ അവരുടെ എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ്, അവരെ സപ്പോർട്ട് ചെയ്ത ലീഡറിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിരുന്നു, പുള്ളിയെ പുറത്തു വിടുക. 3, എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ധർമ്മേന്ദ്ര നമ്മളെ ധർമ്മേന്ദ്രനെ രാജിവെക്കണം. ഇതൊക്കെയാണ് ഇവരുടെ പ്രൊട്ടസ്റ്റിൻ്റെ മെയിൻ ഉദ്ദേശങ്ങൾ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു പൊളിറ്റിക്കൽ പാർട്ടി പോലുമല്ല, ഒരു ഇൻസ്റ്റാഗ്രാം പേജായിട്ട് ഇന്ത്യൻ സിസ്റ്റത്തിനെ കളിയാക്കാൻ തുടങ്ങിയതാണ്. അത് ഇന്ന് മറ്റേത് പൊളിറ്റിക്കൽ പാർട്ടിയെക്കാട്ടിയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പാർട്ടിയായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അപ്പോൾ CJP അനുകൂലിക്കുന്ന എല്ലാവരും ഡൽഹിയിലോട്ട് സമാധാനപരമായിട്ട് സമരം വിളിക്കാനായിട്ട് പോയി. അപ്പോൾ നമ്മുടെ BJP ഗവൺമെൻറ് എന്താ കാണിച്ചവർക്ക്? അവർ പോലീസുകാരെ ഇറക്കി വിദ്യാർത്ഥികളാണെന്ന് പോലും നോക്കാതെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. ഒബ്വിയസ്ലി ഒരു സൈഡിൽ നിന്ന് അടി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ നിന്ന് അടി തുടങ്ങും. ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കാതിരിക്കില്ല എല്ലാവരും. അപ്പോൾ ഇപ്പോൾ ആകെ ഹലാക്കിൻ്റെ അവലംഘനിയായിട്ട് കിടക്കുകയാണ് ഡൽഹിയിൽ. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൻ്റെ ഒരു ഫോൾട്ട് ചൂണ്ടിക്കാണിച്ച്, അത് ചെറിയൊരു ഫോൾട്ടായിരുന്നുണ്ടെങ്കിൽ ഇന്നൊരിക്കലും ഡൽഹിയിൽ ഇത്ര അടിയുമ്പോൾ വെള്ളം നടക്കത്തില്ലായിരുന്നു. ഈ ഒട്ടാകെയുള്ള വിദ്യാർത്ഥികളെ ബാധിക്കുന്നൊരു കാര്യം, നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കറപ്റ്റഡ് ആണെന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു സമരം, പ്രക്ഷോഭം, അതിനെയാണ് നമ്മുടെ BJP ഗവൺമെൻറ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ സമരം ഇത്രയും കയറി അങ്ങ് പൊലിച്ചുകൊണ്ടിരുന്ന സമയത്താണ് CJPയുടെ സ്ഥാപകൻ, ഫൗണ്ടറായിട്ടുള്ള പുള്ളിയുടെ പേരെന്തുമായിരുന്നു, മറന്നുപോയി. പുള്ളിക്കാരൻ നാട്ടിലില്ലായിരുന്നു. പുള്ളിക്കാരൻ ഫ്ലൈറ്റൊക്കെ പിടിച്ച് നാട്ടിൽ വന്ന് ഇപ്പോൾ സമരത്തിൻ്റെ കൂടെ പുള്ളിയുമുണ്ട്. വിദ്യാർത്ഥികളുടെ കൂടെയും തൊഴിലേതായിട്ടുള്ള യുവാക്കളുടെ കൂടെയും പുള്ളിയുമുണ്ട് ഇപ്പോൾ മുന്നിൽ. അതിൻ്റെ കൂടെ പല പൊളിറ്റിക്കൽ പാർട്ടീസും, ഭരിക്കുന്ന പാർട്ടി ഒഴിച്ച് ബാക്കി പല പൊളിറ്റിക്കൽ പാർട്ടീസും സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സാധാരണ നാട്ടിൽ കാണാത്ത രാഹുൽ ഗാന്ധി ഇപ്പോൾ നിലവിൽ വന്ന് മോദിജിയുടെ വീട്ടിൻ്റെ മുമ്പ് സമരം ഇരിക്കുന്നതും ജയിലിലൊക്കെ കയറുന്നതും. കൂടെ നമ്മുടെ പുള്ളിക്കാരൻ്റെ അമ്മച്ചിയുണ്ട്, സഹോദരിയുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്ന് കുത്തിയിരിക്കാൻ കാണിച്ച ആ ഒരു ധൈര്യമൊക്കെ
ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയിട്ടുള്ള രാഹുൽ ഗാന്ധി മുമ്പേ കാണിച്ചിരുന്നെങ്കിൽ, രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്കാർ മുമ്പേ കാണിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പോലീസിൻ്റെ ലാത്തിയുടെ അടി ഏൽക്കേണ്ടി വരത്തില്ലായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റം, എൻ്റെ അഭിപ്രായത്തിൽ അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് പറയുന്നത്, ലോവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം അല്ല. ലോവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഒരുപാട് മാറാറുണ്ട്. സ്കൂൾ, എലിമെൻ്ററി സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് മാറാനുണ്ട്, ഒരുപാട് ഡെവലപ്പ് ആവാനുണ്ട്. കേരളത്തിൽ മാത്രമേ നമുക്ക് 100% എന്ന് പറയാം, കേരള സാർ 100% ലിറ്ററസി സാർ, നമുക്കിങ്ങനെ പറയാൻ പറ്റൂ. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ, ഇന്ത്യയിലുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊന്നും 100% ലിറ്ററസി സാർ ഇത് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴും സ്വന്തം പേരെഴുതാൻ പറ്റാത്ത, സ്വന്തം രാഷ്ട്രഭാഷയിൽ പോലും പേരെഴുതാൻ, അല്ലെങ്കിൽ സ്വന്തം മാതൃഭാഷ ഏതാണോ അതിൽ പോലും പേരെഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം കുട്ടികളുണ്ട്. വിദ്യാർത്ഥികളെന്ന് പറയാൻ പറ്റില്ലല്ലോ, പഠിക്കാൻ പോകാത്ത വിദ്യാർത്ഥികളെന്ന് ഇങ്ങനെ പറയാൻ പറ്റും. കുട്ടികൾ ഇന്നും ഉണ്ട്. വിദ്യാലയങ്ങളുടെ പടി പോലും കാണാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഇന്നും. അതുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ ലോവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇന്ത്യയിലെ ഒരുപാട് ആൾക്കാർ പുറം രാജ്യങ്ങളിൽ വലിയ മൾട്ടിനാഷണൽ മൾട്ടി-ബില്യൺ കമ്പനികളിൽ ഹൈ പോസ്റ്റുകളിൽ ജോലിക്ക് ഇരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഞാനൊരു എക്സാമ്പിളിൽ കൂടെ നിങ്ങൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മുടെ ഇന്ത്യയിൽ നീറ്റ് എക്സാമിന് ഇത്രയും തള്ളു വരുന്നതിൻ്റെ കാര്യം എന്താ? അത്രയും ആൾക്കാർ, ഓക്കെ, ഒരു 80% ഓഫ് കുട്ടികൾക്കും ചിലപ്പം പാഷൻ, അംബീഷൻ എന്നുള്ളതായിരിക്കും. ബാക്കി 20% ഓഫ് കുട്ടികൾ സ്റ്റിൽ അച്ഛനമ്മമാർ പറഞ്ഞു വിടുന്നതാണ് ഡോക്ടറാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇന്ത്യയിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്ക് എല്ലാ സ്ഥലത്തും ഹൈ വാല്യൂ ആണ്. ബാക്കി ഏത് കൺട്രിയിലും ഹൈ വാല്യൂ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഈസ് സ്റ്റിൽ ഡെവലപ്പിംഗ് കൺട്രി. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം വേൾഡ്സ് നമ്പർ 1 പോപ്പുലേഷൻ ഉള്ള കൺട്രിയാണ്. ഇവിടെ ഉള്ള പോപ്പുലേഷൻ കൗണ്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ആക്സിഡൻറ്റ്സ്, അസുഖങ്ങൾ, അങ്ങനെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇന്ത്യയിൽ പഠിച്ച് പുറത്തിറങ്ങിയ ബിരുദം നേടിയ ഒരു ഡോക്ടർ അഥവാ നഴ്സ്, മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് ബാക്കിയുള്ള രാജ്യങ്ങളിൽ ഉള്ള ഡോക്ടേഴ്സിനെയോ നഴ്സന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ബിരുദം നേടിയ ഡോക്ടർമാർക്കോ നഴ്സന്മാർക്കൊക്കെ ബാക്കിയുള്ള രാജ്യങ്ങളിലുള്ള ഡോക്ടർമാരെയും നഴ്സന്മാരെയും പഠിച്ചിറങ്ങുന്ന ഡോക്ടർ നഴ്സ് വിദ്യാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം അത്രത്തോളം കേസ് അവർ പ്രാക്ടിക്കലി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത്രത്തോളം സിനാരിയോസ് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് മോർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. മോർ എക്സ്പീരിയൻസ് മീൻസ് മോർ സ്കിൽ എന്നാണല്ലോ. എക്സ്പീരിയൻസ് ഒരാളുടെ സ്കില്ലിനെ വളർത്തിയെടുക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് നഴ്സന്മാർക്ക് എപ്പോഴും ഹൈ ഡിമാൻഡാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം, പഠിപ്പിക്കുന്ന രീതി, അതൊന്നും ഒരിക്കലും മോശമാണെന്ന് നമുക്കൊരിക്കലും പറയത്തില്ല. അവർ എഡ്യൂക്കേഷണൽ സിസ്റ്റം ഈസ് നോട്ട് കറപ്റ്റഡ്, ബട്ട് ദ പീപ്പിൾ ഹൂ ആർ ഹാൻഡിലിങ് ഇറ്റ് ഈസ് കറപ്റ്റഡ്. നമ്മുടെ സിസ്റ്റം കറപ്റ്റഡ് അല്ല, അതിന് ഡെവലപ്മെൻറ്റ്സ് ആവശ്യമാണ്, മാറ്റങ്ങൾ ആവശ്യമാണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒന്നും കറപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ബട്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന, അതിൻ്റെ മുകളിൽ ചുമതലയുള്ള ആൾക്കാർ, അവർ കറപ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മുടെ സിസ്റ്റം കറപ്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വേ ഒരു സിസ്റ്റം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ഫോൾട്ടുകൾ വരത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ ധർമ്മേന്ദ്ര അണ്ണനെ മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് CJPയിലുള്ള പിള്ളേരും എല്ലാവരും ഇപ്പോൾ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങിയേക്കുന്നത്. അപ്പം കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പോർട്ട് വന്നേക്കുന്നത് 100ഓളം പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 100ഓളം പോലീസുകാർക്ക് പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ എണ്ണം 60. വെറും 60 പേര്. ആരെ പൊട്ടനാക്കാൻ നോക്കണ്ടേ? BJP ഗവൺമെൻറ് നിങ്ങൾ ആരെയാണ് പൊട്ടനാക്കാൻ നോക്കുന്നത്? ലക്ഷങ്ങളോളം, ആയിരക്കണക്കിനോളം വരുന്ന വിദ്യാർത്ഥികൾ ഒരു സ്ഥലത്ത് പ്രക്ഷോഭത്തിലേക്കുമ്പോൾ 100 പോലീസുകാർ മർദ്ദനമേറ്റു, 60 വിദ്യാർത്ഥികൾക്കൊക്കെ ഇഞ്ചേർഡ് ആയിട്ടുള്ളൂ. നല്ല കണക്കാണ്. പോലീസുകാർ പിള്ളേരുടെ തല വെട്ടി പൊട്ടിക്കുന്നതും തലയല്ലി പൊട്ടിക്കുന്നതും ചവിട്ടിയിട്ട് കൂട്ടുന്നതും എല്ലാം കാണുന്നുണ്ട്. 100 പോലീസുകാർക്ക് ഇഞ്ചേർഡായി, 60ഓളം കുട്ടികളെ മാത്രമേ അവർ തിരിച്ച് ഇഞ്ചേർഡ് ചെയ്തിട്ടുള്ളൂ. പാവം. അയ്യോ, നല്ല കണക്കാണ്, വളരെ നല്ല കണക്കാണ്.
ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റീൽസ് എന്തുവാ? ഡേ ഡോണ്ട് അറ്റാക്ക് അസ്, വി ആർ സ്റ്റുഡൻസ് റൈറ്റ് എന്ന് പറഞ്ഞ് ചെല്ലുന്ന കയറി കൊടുക്കും, പോലീസുകാർ ലാത്തിക്ക് അറിഞ്ഞ് കയറ്റി കൊടുക്കും. റീല് ഇതാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു സാധനമൊക്കെ കാണേണ്ടി വരുന്നു? എന്തുകൊണ്ട് പ്രതികരിക്കേണ്ടിയിരുന്ന സമയത്ത് പ്രതികരിച്ചിട്ടില്ല? നമ്മൾ ജനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി ആയിക്കോട്ടെ പ്രതികരിച്ചിട്ടില്ല. അല്ല, എനിക്ക് ചോദിക്കാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ പ്രതിപക്ഷത്തിലൊരു പാർട്ടി ഉണ്ടോ? അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ 5 വർഷം കഴിഞ്ഞപ്പോഴേ മോദി ഗവൺമെൻറ്റിനെ അടിച്ച് താഴെയിടാനുള്ളായിരുന്നു. അടുത്ത 5 വർഷം അവരെങ്ങനെ കയറി? നമ്മുടെ ഇന്ത്യയിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞ സാധനം ഇല്ല. BJP മാത്രമാണ് ഭരിക്കുന്നത്, BJP തന്നെയാണ് റൂൾ ചെയ്യുന്നത്. അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പം നിലവിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനൊരു സാധനം ഇല്ലാത്തത് കൊണ്ടാണല്ലോ CJP എന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് തുടങ്ങിയ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ 2 കോടിയിൽ പരം ആൾക്കാർ ഫോളോവേഴ്സായിട്ട് കയറുകയും അവരൊരു കൂട്ടായ്മയായി മാറി അവർ പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങേണ്ടി വരുന്നത്. അവർ വാ തുറന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ലീഡർ ഓഫ് ഒപ്പോസിഷനൊക്കെ ഇറങ്ങി സമരത്തിനിരിക്കുന്നത്. അതുവരെ കണ്ട രാജ്യം കണ്ട് നിരങ്ങി കണ്ട ബൈക്കിൻ്റെ ഷോറൂമുകളിൽ കയറി ബൈക്കിൻ്റെയൊക്കെ ഫീച്ചറും കാര്യങ്ങളും നോക്കി നടക്കുക. ഇവിടെ അടി തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഫ്ലൈറ്റ് പിടിച്ച് വന്നെടുത്ത് സമരം ഇരിക്കുന്നു, ഗാന്ധി മാർഗത്തിൽ ഇരിക്കുക. കാരണം പണ്ട് 1947 ഗാന്ധിജി ഉപ്പുണ്ടാക്കിയൊക്കെ ആണല്ലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ച് തന്നത്. അപ്പോൾ അവർ ആ മാർഗത്തിൽ നടക്കുന്ന നെഹ്റു ഫാമിലി ആണല്ലോ. അതുകൊണ്ട് അവർ സമരത്തിൽ ഇരിക്കുന്നു. അടി മൊത്തം പിള്ളേരും കൊള്ളുന്നു. അവർ പോയി മോദിജിയുടെ വീട്ടിൻ്റെ മുമ്പിങ്ങനെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കുറേ കോൺഗ്രസ്സിലെ അണ്ണന്മാർ MP-മാരെ അടിച്ചു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള MP-മാരെ പോലീസുകാർ മർദ്ദിച്ചു. ഇതാണ് അവർക്ക് ഇപ്പോഴും കുഴപ്പം. നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചോർന്നതും CJP എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഇത്ര ഇമ്പാക്റ്റ് ഉള്ളത് ഉണ്ടാക്കി അത് പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നു. പൊളിറ്റിക്കൽ പാർട്ടി പോലും അല്ലാത്തൊരു സാധനം പ്രൊട്ടസ്റ്റിന് ഇറങ്ങി വിദ്യാർത്ഥികളും തൊഴിൽരഹിതരായിട്ടുള്ള യുവാക്കളും ഡൽഹി വരെ പോയി, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹി വരെ പോയി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും അവർ മർദ്ദനങ്ങളൊന്നും കുഴപ്പമില്ല. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ KSUവിലെ UDFിലെ അണ്ണന്മാർക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, MP ആയിട്ടുള്ള രാഹുൽ ഗാന്ധി മർദ്ദനമേറ്റു, അതിനെതിരെ നാളെ വിദ്യാഭ്യാസ ബന്ദ്. ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്തിരുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ MP-മാരും ഇരിക്കുന്ന അണ്ണന്മാരും ഒക്കെ ചോദ്യം ചെയ്യേണ്ട സമയത്ത് ചോദ്യം ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ CJPക്ക് വന്ന് കിടന്ന് അടിയും കൊള്ളേണ്ടി വരില്ലായിരുന്നു. നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കാവേ ഇല്ലായിരുന്നു. മുമ്പത്തെ 5 വർഷത്തിന് ശേഷം പിന്നെ BJP ഭരണത്തിൽ കയറിയില്ലായിരുന്നു. ഇതൊക്കെ സംഭവങ്ങളുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോഴേ അപ്പം ഇനിയും BJP തന്നെ ആയിരിക്കും കയറാൻ പോകുന്നത്. ഇനി ആൾക്കാർ BJPക്ക് തന്നെ ആയിരിക്കും വോട്ട് കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ വോട്ട് കൊടുത്താണ് അവന്മാരൊക്കെ ജയിക്കുന്നത്. കള്ള വോട്ടല്ലേ മൊത്തം. ശരിക്കുള്ള ആൾക്കാർ വോട്ട് ചെയ്താണ് അവന്മാർ ജയിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ജയിക്കാനാണെന്നുണ്ടെങ്കിൽ ഇവന്മാരൊന്നും ഒരു കാലത്തിൽ പോലും ഭരണത്തിൽ വരേണ്ട ആൾക്കാരല്ല. അത്രമാത്രം കൊലയാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരുന്നത്. വോട്ട് വാങ്ങിച്ച യവന്മാരൊക്കെ ജയിക്കുന്ന. ഇനി അഥവാ യവന്മാരിനി എങ്ങാനും ഭരണത്തിൽ കയറി യവന്മാരെ താഴെ ഇറക്കാനും യവന്മാരെ പ്രതിരോധിക്കാനും യവന്മാരെന്തെങ്കിലും ഒരു നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ തടയിടാനും ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷ പാർട്ടി ഇല്ല. അവന്മാർക്ക് പുല്ല് വില. BJP എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയോട്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോട് ഇതാണ് ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇത്രേ അവന്മാർ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് അവന്മാർക്കൊന്നും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു സാധനം. ഇത്ര ആൾക്കാർ പോയി പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് അവന്മാർക്കൊരു കൂസലുമില്ല. പിന്നെയാണ് അവിടെ നിന്ന് ജയിച്ച് വരുന്ന ഒരു 40-50 വരുന്ന MP-മാർ. ഒരു വിലയില്ല. പിന്നെ എന്തോ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പിള്ളേരെല്ലാവരും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാറ്റസും സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ അവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള സംസ്ഥാനക്കാരെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ, മറ്റുള്ള സംസ്ഥാനത്തിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ, അവരുടെ സംസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു തന്നെ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഡൽഹിയിലൊക്കെ പോയിട്ടുണ്ട്. മുമ്പ് കർഷകർ ഡൽഹിയിൽ പോയി പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മൾ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CJPയും മറ്റ് പാർട്ടിക്കാരൊക്കെ അവിടെ പോയി പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ എന്നും ഇതേപോലെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കത്തക്കേ ഉള്ളൂ. അതങ്ങനെയാണ്, നമ്മൾ മലയാളികൾ അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയുള്ളൂ. നമുക്ക് സ്റ്റാറ്റസിലും സ്റ്റോറിയിലൂടെ പ്രതികരിക്കാനേ നമുക്കൊക്കത്തുള്ളൂ. വായ തുറന്ന് പ്രതികരിക്കുക അല്ലെങ്കിൽ റോഡിലിറങ്ങി പ്രതികരിക്കുക എന്ന് പറയുന്ന സാധനമൊന്നും
നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമില്ല, നമ്മൾ ചെയ്യാനും പോകുന്നില്ല. പറ്റാത്ത കാര്യമൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ പോകുന്നില്ല. നമുക്ക് അതിന് താല്പര്യമില്ല. കാരണം ആരെങ്കിലും എവിടെയെങ്കിലും കിടന്ന് അടി കൊള്ളുമ്പോൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യും, ജയ് വിളിക്കാൻ നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ നമ്മൾ അവരെ കൂടെ പോയി നിൽക്കാനോ പിടിക്കാനോ ഒന്നും നിൽക്കില്ല. അൺടിൽ ഇറ്റ് ബിക്കംസ് അവർ പ്രോബ്ലംസ്. നമ്മുടെ പ്രോബ്ലം ആവുന്നവരെ നമ്മളൊന്നിനും ഇറങ്ങത്തില്ല. അതാണ് നമ്മളെ കുഴപ്പം. ഇവിടെ നിന്ന് എത്ര പേര് പോയി, കേരളത്തിൽ നിന്ന് എത്ര പേര് പോയി അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ മറ്റേ കളിയാക്കുന്ന ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, ജാൻമണി, പുള്ളിക്കാരി പോയി പ്രൊട്ടസ്റ്റ് ചെയ്യാൻ. പുള്ളിക്കാരി പോയി. നമ്മൾ ഈ ഫാൻ ഫൈറ്റ് നടത്തുമല്ലോ സിനിമ നടന്മാരുടെ പേരിൽ, എത്ര പേര് വാവെന്ന് സംസാരിച്ചു? ടൊവിനോ തോമസ് മാത്രം, പുള്ളിക്കാരെ മാത്രം എന്തെങ്കിലും പറഞ്ഞു. നമ്മളീ ഭയങ്കരമായിട്ട് ഐഡൽസായിട്ട് കൊണ്ടു നടക്കുന്ന കുറേ സ്ട്രീമേഴ്സും കാര്യങ്ങളും ഉണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. എത്ര പേര് വാ തുറന്നു? സ്റ്റാറ്റസ് ഇട്ട് കാണും, സ്റ്റോറി ഇട്ട് കാണും, എന്തെങ്കിലും പ്രതികരിക്കുക, വാവെന്ന് പ്രതികരിക്കുക. പിന്നെ കുറേ ചേച്ചിമാരുടെ കാര്യമാണ് കോമഡി. ചേച്ചിമാർ മേക്കപ്പും ലിപ്സ്റ്റിക്കും ഇട്ട് മൂക്കും കുത്തി വന്നിരുന്നിട്ട് ഇതിൻ്റെയൊക്കെ ന്യൂസ് എടുത്ത് വെച്ചിട്ട് ഭയങ്കര എക്സ്പ്രഷനാണ്. 90 സെക്കൻഡ് ന്യൂസ് കാണിച്ചിട്ട് ബാക്കി ഇരുന്ന് മോണോ ആക്ട് കളിക്കും. ഇതില്ല അവളമാർക്കൊന്നും. നിങ്ങൾക്ക് എന്തെങ്കിലും സാമാനത്തിനെ കുറിച്ച് പ്രതികരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ വാ തുറന്ന് പറയുക. ഇനി അതിനും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറേ ഇലക്ഷൻ വരുമ്പോൾ വോട്ടിൽ കാണിക്കണം. അത് MP-മാരെയൊക്കെ ഉണ്ടാക്കി വിടുമ്പോൾ വോട്ടിൽ കാണിക്കണം. പിന്നെ ഇവിടെ നിന്ന് പിന്നെ എന്തായാലും കോൺഗ്രസ്സുകാരെ ജയിപ്പിച്ച് വിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ ജയിപ്പിച്ച് വിട്ടാലും, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും കേരളത്തിൽ നിന്ന് ജയിപ്പിച്ച് വിട്ട് തന്നെ കണക്കാണ്. അവിടെ പോയിട്ട് അമ്മമാർ പറയണ കേട്ട് വായി അടച്ച് എന്തെങ്കിലും ബില്ല് പാസ്സാക്കി കഴിഞ്ഞാൽ ഓക്കെ ശരി നടപ്പിലാക്കിയോ. ഒപ്പോസ് ചെയ്യാനും അതെടുത്ത് കളയാനും ആ ബില്ലെടുത്ത് മാറ്റാനും അല്ലെങ്കിൽ നിയമം വരാതിരിക്കാനും വേണ്ടി അവന്മാരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ നിന്ന് പോണ മണ്ണുണ്ണിലെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേരളത്തിൽ നിന്നല്ല, ബാക്കി ഏത് സംസ്ഥാനത്തിൽ നിന്ന് പോണ മണ്ണുണ്ണികളെ കൊണ്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് BJP തോന്നിയ ദിവസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്നെ BJP വിരോധി എന്ന് വിളിച്ചോ, ഐ ഡോണ്ട് ഫക്കിങ് കെയർ. നിങ്ങൾ എന്നെ കോൺഗ്രസ് വിരോധി എന്ന് വിളിച്ചോ, നിങ്ങൾ എന്നെ അന്തകമ്മി എന്ന് വിളിച്ചോ, എനിക്ക് മൈരാണ്, എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പറയാൻ തോന്നിയ ഞാൻ ഏത് പാർട്ടിക്കാരെയും ഞാൻ പറയും, ഏത് വാപ്പാടമോനെയും ഞാൻ പറയും. അതിന് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ വിളിക്കുകയെ കമൻറ്റ് ഒന്ന് ചീത്ത വിളിക്കുകയെ തന്തയ്ക്ക് നള്ളക്കും വിളിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തു. വിളിച്ചതിനാൽ തിരിച്ചും വിളിക്കുക, കുഴപ്പമൊന്നുമില്ല, കുഴപ്പമുള്ള കാര്യമൊന്നുമില്ല. പണ്ട് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലെ അരാഷ്ട്രീയത ഭയങ്കരമായിട്ട് കൂടി വരുവാണ്. അപ്പോൾ ഇതും ഈ എഡ്യൂക്കേഷണൽ സംഭവവും രാഷ്ട്രീയമായിട്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇപ്പോൾ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിവരമില്ലാത്ത നായ്ക്കൾ കയറി ഭരിക്കാതിരുന്ന് കഴിഞ്ഞാൽ അവന്മാരെ പിടിച്ച് മന്ത്രിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ ഇതേപോലത്തെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയും ചെയ്യുക. അത് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം എന്നല്ല, ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെയും ഒരേ കണക്ക് ബാധിക്കുകയും ചെയ്യും. അത് പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ സമയത്ത് ഇതേപോലെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങേണ്ടി വരും, പോലീസിൻ്റെ ലാത്തിക്കടിയൊക്കെ കൊള്ളേണ്ടി വരും. അപ്പോൾ തലയ്ക്ക് വിവരമുള്ളവനെ ആദ്യമേ പിടിച്ച് അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടാവത്തില്ല. പണ്ട് ഒരു സംഭവം നടന്നിട്ടുണ്ട്. BJPക്കാർ നിർത്തിയിട്ടുള്ള ഒരേ ഒരു രാഷ്ട്രപതി കാൻഡിഡേറ്റിനെ UDFകാർ പിന്തുണച്ചു. ഒരേ ഒരാളെ മാത്രമാണ് ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. അതാരാണെന്ന് അറിയാമോ? ഡോക്ടർ APJ അബ്ദുൽ കലാം. എന്തുകൊണ്ട്? പുള്ളിക്ക് തലയുള്ളതുകൊണ്ട്, പുള്ളിക്ക് വിവരമുള്ളതുകൊണ്ട്. പുള്ളി ഒരിക്കലും കറപ്റ്റഡായിട്ടുള്ള ഒരാളല്ല, കറപ്ഷൻ കാണിക്കത്തില്ല എന്ന് 100% ഉറപ്പുള്ളതുകൊണ്ട്. അതിനുശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആരെ നിർത്തിയാലും അവർ ഒപ്പോസ് ചെയ്യും, പക്ഷേ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല, ഒപ്പോസ് ചെയ്യും. അങ്ങനെയാണ് സംഭവങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ പ്രതികരണ ശക്തിയും റൈറ്റ് ടു റിയാക്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ടു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ റൈറ്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്, ഈ സാധനം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക. അത് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, നാക്ക് കൊണ്ട് പ്രതികരിക്കേണ്ട സമയത്ത് നാക്ക് കൊണ്ട് പ്രതികരിക്കുക. അതിൽ ഉപയോഗമില്ല എന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പ്രതികരിക്കുക, കാലുകൊണ്ട് പ്രതികരിക്കുക, എന്തെന്ന് വെച്ചാൽ നമുക്ക് പ്രതികരിക്കാം. കാരണം നീതി വേണ്ടത് നമുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. ഒരിക്കലും ഒരു സ്റ്റാറ്റസിലും സ്റ്റോറിയിലും മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോകരുത്, അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടോ ഒരു കമൻറ്റ് കൊണ്ടോ മാത്രമായിട്ട് അത് ഒതുങ്ങിപ്പോകരുത്. അനീതിക്കെതിരെ പ്രതികരിക്കാൻ എവിടെയൊക്കെ ചാൻസ് കിട്ടുമോ അവിടെയൊക്കെ അപ്പോഴൊക്കെ പ്രതികരിച്ചേ പറ്റൂ. കാരണം നമ്മൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ കാര്യത്തിൽ ഇടപെടും. നമ്മൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നമ്മുടെ കുടുംബ കാര്യത്തിലും നമ്മളെ കാര്യങ്ങളിലും ഇടപെടും. അങ്ങനെ ഇടപെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഇടപെടാൻ പറ്റില്ല എന്ന് പറയാൻ ഉള്ള ഒരു റൈറ്റ് കിട്ടത്തില്ല. കാരണം ഓൾറെഡി അവർ അതിന് വേണ്ടിയുള്ള നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കും. സോ എനിക്ക് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് പറയാനുള്ള എൻ്റെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. സൈനിങ് ഓഫ് ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. സീ യു ഇൻ എ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ. ബൈ ദ വേ, ഇതാണ് എൻ്റെ പുതിയ മൈക്ക്, ഡിജിടെക് DWM പേര്.
ഡിജിടെക് DM701 ഞാൻ ഔട്ട് ചെക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ്. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊള്ളാമെന്ന് തോന്നുന്നു. സാധനം എഡിറ്റ് ചെയ്ത് വരുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നെ RGB ഒക്കെ എത്തും. സോറി, അതല്ല, മിനി കത്തൂലേ? മിനി കത്തും. പ്രൊഡക്റ്റ് ലിങ്ക് എനിക്ക് ഇടാൻ പറ്റില്ല. ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുള്ളൊരു കണ്ടൻറ് ക്രിയേറ്റർ അല്ല. അതുകൊണ്ട് പ്രൊഡക്റ്റ് ലിങ്ക് എനിക്ക് ഇടാൻ പറ്റത്തില്ല. ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട്, ആമസോണിൽ കിടപ്പുണ്ട്, ഡിജിടെക്കിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കിടപ്പുണ്ട്. ഡിജിടെക് പോഡ്കാസ്റ്റ് മൈക്ക് എന്ന് പറഞ്ഞ സാധനം അടിച്ചു നോക്കിയാൽ മതി. 4999 സംതിങ് ആണ് വില. അപ്പോൾ സംഭവത്തിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനം വാങ്ങിക്കുന്നതിനെക്കാട്ടിയും ഇതിൻ്റെ കുറഞ്ഞൊരു സാധനമുണ്ട്. 2500-നോ 3500-നൊക്കെ 2 മോഡൽ കിടപ്പുണ്ട്. അതിലേതെങ്കിലും ഒന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇതിനെക്കാട്ടിയും. അതിൽ കുറച്ചുകൂടെ സംഭവങ്ങളുണ്ട്. ഇത് പ്യുവർലി മെയ്ഡ് ഫോർ സ്റ്റുഡിയോ പർപ്പസ്. കാരണം ഒരു C ഔട്ട്പുട്ടും ഒരു XLR ഔട്ട്പുട്ടും പിന്നെ ലൈവ് മോണിറ്ററിങ്ങിനായിട്ട് ഒരു ഓഡിയോ ജാക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടെ വില കുറഞ്ഞ സാധനം വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ. ടാറ്റ, ബൈ ബൈ.